إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أتحاجوننا في الله وهو ربنا وربكم ولنا أعمالنا ولكم أعمالكم ونحن له مخلصون. സൂറ ബഖറ 131 ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ഖുൽ അതുഹാജ്ജൂനന, നബി താങ്കൾ പറയൂ, അതുഹാജ്ജൂനന, നിങ്ങൾ ഞങ്ങളോട് ന്യായവാദത്തിന് വരികയാണോ അല്ലെങ്കിൽ തർക്കത്തിന് വരികയാണോ? ഫില്ലാഹി, അല്ലാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കുകയാണോ? വഹുവ റബ്ബുന, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബുന, ഞങ്ങളുടെ റബ്ബാണ്. വറബ്ബുക്കും, നിങ്ങളുടെയും റബ്ബാണ്. അഹ്ലുൽ കിതാബികളോടാണ് ആ പറയുന്നത്. നിങ്ങൾ അല്ലാഹുവിന്റെ, നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ തർക്കമുയർത്തുകയാണോ, ന്യായവാദം കൊണ്ടുവരികയാണോ? അവനാണെങ്കിലോ ഞങ്ങളുടെയും റബ്ബാണ്, നിങ്ങളുടെയും റബ്ബാണ്. അതാണ് മുഅ്മിനീങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. വലനാ അഅ്മാലുനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തനമുണ്ട്. വലക്കും അഅ്മാലുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനവുമുണ്ട്. കാരണം നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ നമുക്ക് ശിക്ഷ കിട്ടില്ല. നമ്മൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള അപശകുനങ്ങൾ നിങ്ങൾക്കും വരില്ല. മനസ്സിലായോ? അവനവന്റെ പ്രവർത്തനം അവനവനു തന്നെ അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും. അതുകൊണ്ട് അതാണ് ഇസ്ലാമിന്റെ നേരായ മാർഗം എന്ന് മുഅ്മിനീങ്ങൾ അവരെ ഉണർത്തുകയാണ്. വനഹ്നു ലഹു മുഖ്ലിസൂൻ, വനഹ്നു ഞങ്ങൾ, ലഹു അല്ലാഹുവിനക്ക്, മുഖ്ലിസൂൻ ആത്മാർത്ഥതയുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എല്ലാ കൽപ്പനകളും ആത്മാർത്ഥതയോടുകൂടി, അങ്ങേയറ്റത്തെ ഹൃദയ സാന്നിധ്യത്തോടുകൂടി, നിയത്തോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ വഴിപിഴച്ചു പൈശാചികമായ പ്രേരണകൾക്ക് പിന്നാലെ പോകുന്നവരാണ്. നിങ്ങൾ മുഖ്ലിസീങ്ങളല്ല എന്നാണ് അവരെ ഉണർത്തുന്നത്. ഇത് അവർക്കുള്ളൊരു സദുപദേശമാണ് ബനീ ഇസ്രായേലുകൾക്ക്. മുഅ്മിനീങ്ങളുടെ ഭാഗത്തു നിന്നും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ നൽകിയ ഒരു സദുപദേശമാണിത്. ഇത്രയുമാണ് ആയത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.